കലോത്സവ പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനനായ AEO സനൂപ് സാർ ജനറൽ കൺവീനർക്ക് നൽകി, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ജനറൽ കൺവീനർക്ക് നൽകി ഇത് പ്രകാശനം ചെയ്യുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ കലോത്സവത്തിലെ ഏറ്റവും ശിശു കേന്ദ്രീകൃതമായ, കുട്ടികൾ കേന്ദ്രീകൃതമായ പ്രവർത്തനം നടക്കുന്നത് ഈ മേഖലയിലാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ്. എൻ്റെ എല്ലാ കുട്ടി പത്രക്കാരെയും നാളെയിലെ ഈ പത്രപ്രവർത്തന മേഖല ഉൾപ്പെടെ ഈ സമൂഹത്തെ നയിക്കാൻ പോകുന്ന ഉജ്ജ്വലപ്പെട്ട മക്കളെ എല്ലാവരെയും സംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ തിരക്കിനിടയിലും നിങ്ങളുടെ വാർത്തകൾ പരമാവധി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ തന്നെ അത് പബ്ലിസിറ്റി കൊടുക്കുകയും ഞാൻ തന്നെ സ്റ്റാറ്റസ് വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര മനോഹരമായ വാർത്തകളും അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും വലിയ പത്രക്കാരെ അല്ലേ, ശരിക്കുള്ള പത്രക്കാരെയും മാധ്യമപ്രവർത്തകരെയും വെല്ലുന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനോഹരമായി ചെയ്യുന്നുണ്ട്. അത് തുടരണം. 4 ദിവസങ്ങളിലായി നാദാപുരത്ത് വെച്ച് നടക്കുന്ന നാദാപുരം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഒപ്പിയെടുത്ത് വിശേഷം എന്ന പേരിൽ പുറത്തിറക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഈ കലാമേള തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ കഴിവുകളാണ് എല്ലാ സ്ഥലത്തും നമ്മൾ മാറ്റിവെക്കുന്നത്. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ ജേർണലിസത്തിലും മറ്റുമൊക്കെയുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. വിശേഷം എന്ന കുട്ടിപ്പത്രത്തിൻ്റെ അച്ചടിപ്പതിപ്പ് ഇന്ന് രാവിലെ സ്വാഗത സംഘം ജനറൽ കൺവീനർ അബ്ദുൽ ഗഫൂർ സാറിന് ആദ്യ പതിപ്പ് നൽകിക്കൊണ്ട് നാദാപുരം മേയർ സനൂപ് സാർ പ്രകാശനം നിർവഹിച്ചു. HM ഫോറം കൺവീനർ A റഹീം മാസ്റ്റർ, റഷീദ് കോടിയൂറ, TB അബ്ദുൽ മനാഫ് തുടങ്ങിയ സംഘാടക സമിതി ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പബ്ലിസിറ്റി കൺവീനർ ലിഗേഷ് വീട്ടി നന്ദി പറഞ്ഞു. ഈ ഒരു വലിയൊരു സംവിധാനം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ മേന്മ വർദ്ധിച്ച് വരികയാണ്.